ഹലോ, എല്ലാവർക്കും UK ഫുഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കഞ്ഞിയും പുഴുക്കുണ്ടാക്കിയാലോ. ഇതിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മധുരക്കിഴങ്ങ്, കൊള്ളി, ചെറുകിഴങ്ങ്. കാച്ചിൽ കിട്ടിയിട്ടില്ല, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തു തന്നെയാണ്. അപ്പോൾ ആ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കാച്ചിൽ കിട്ടാണ്ടിരുന്നത്. ചെറുകിഴങ്ങ് എന്നിവയാണ് നമ്മളിതിലേക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. പുഴുക്ക് പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്നത് നമ്മൾ തിരുവാതിര ദിവസത്തിലാണ്. തിരുവാതിര പുഴുക്കായിട്ടും ഉണ്ടാക്കാവുന്നതാണ്. തിരുവാതിരയ്ക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതാണ് പുഴുക്കും അതുപോലെ തന്നെ കൂവപ്പായസം. നമ്മൾ അടുത്ത വീഡിയോയിൽ കൂവപ്പായസം കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തിരുവാതിരയ്ക്ക് ആകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇത്തിരി മുമ്പ് ഉണ്ടാക്കിയെന്നുള്ളൂ. കൊള്ളി, ചേന, ചേമ്പ്, അതുപോലെ ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നിവയെല്ലാം തൊലി കളഞ്ഞ് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. കാരണം വേവ് ഒരേപോലെ വരാനാണ് ഒരേപോലെ അരിഞ്ഞെടുക്കുന്നത്. ചേന അരിയുമ്പോൾ എന്തെങ്കിലും കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അരിയുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ചേന അരിഞ്ഞു കഴിഞ്ഞാൽ കൈ ചൊറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്കങ്ങനെ ഉണ്ടായി. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. പുഴുക്കുണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത് വേവണ വരെയുള്ള സമയമാണ് നമുക്ക് പോകുന്നുള്ളൂ. അതല്ലാതെ ഈ ചേനയുടെ ചൊറിച്ചിലാണ് ചെറിയൊരു പ്രശ്നമായിട്ടുള്ളൂ. അതല്ലാതെ ബാക്കിയെല്ലാം പുഴുക്കുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നാളികേരം കൂടി ആവശ്യമുണ്ട്. നാളികേരം, ജീരകം, പച്ചമുളക്, അതും ഇതിലാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ വേണ്ട ഒരു വസ്തുവാണ് കായ തൊലി കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കണം. 2 കായാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളൊരു 8 പേർക്ക് കഴിക്കാവുന്ന പോലെയുള്ള പുഴുക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കുക്കർ എടുത്ത് പയർ അതിലിട്ട് വേവിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് മുതിരയാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ പയർ, കൂർക്ക എന്നിവയും നമ്മൾ പുഴുക്കിലേക്ക് ഉപയോഗിക്കും. കൂർക്കയുടെയൊക്കെ സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ചേ കിട്ടി വരുന്നുള്ളൂ. നമ്മളൊരു 8 പേർക്ക് കഴിക്കാവുന്ന അല്ലെങ്കിൽ ഒരു 10 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം അരിഞ്ഞ കഷ്ണങ്ങൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഉപ്പ് നമുക്ക് 2 രീതിയിൽ ചേർക്കാവുന്നതാണ്. ഒന്നെങ്കിൽ കുക്കറിൽ ഈ പച്ചക്കറി ഇടുന്നതിൻ്റെ ഒപ്പം ഇട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് മുളക്, ജീരകം, നാളികേരം അരച്ചെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ലപോലെ വേവിച്ചതിന് ശേഷം ഒരു ഉരുളി വെച്ച് അതിലേക്ക് ഇതെല്ലാം ഇടാം. അതിന് ശേഷം പയർ വേവിച്ചത് ഇട്ടുക. നല്ല രീതിയിൽ ഇളക്കി ചേർക്കണം. ഇതെല്ലാം മിക്സ് ആവുന്ന പോലെ നല്ല രീതിയിൽ വേണം നമ്മൾ ഇളക്കാനായിട്ട്. നല്ല രീതിയിൽ ഇളക്കി ചേർക്കണം. എല്ലാം മിക്സ് ആവുന്ന പോലെ പയർ വേവിച്ചതും പച്ചക്കറി വേവിച്ചതും എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്ന പോലെയാണ് നമ്മൾ ഇളക്കേണ്ടത്. അതുപോലെ തന്നെ അതിലേക്ക് അരപ്പ് ചേർക്കുക. നാളികേരം, പച്ചമുളക്, ഉപ്പ്, ജീരകം എന്നിവയിട്ട അരപ്പാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. അരപ്പ് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നല്ല രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് 1.5 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതാക്കേണ്ടതാണ്. എല്ലാം എല്ലാത്തിലും ചേരുന്ന പോലെ വേണം നമ്മൾ നന്നായി ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി ചേർക്കണം. ഇതും കൂടി മിക്സ് ആയതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ വാങ്ങിച്ചതാണ്, ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ. അത് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ സ്റ്റാളിൽ അവൈലബിൾ ആണ്. വേണ്ടവർ പോയി വാങ്ങിച്ചോളൂ. നമുക്കതിൽ ഡിസ്കൗണ്ടൊക്കെ ആയിട്ടാണ് അവർ തരുന്നത്. ഈ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ പാകത്തിന് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ചേർക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുഴുക്ക് റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പുഴുക്കുണ്ടാക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് കഞ്ഞി ഒഴിക്കുക, കഞ്ഞിയിലേക്ക് പുഴുക്കൊഴിക്കുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ കഴിക്കുക. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻ്റ് ഇടുക. താങ്ക് യു.
അപ്പോൾ തിരുവാതിര പുഴുക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കുന്നവർ ഈ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കിയോളൂ, അടിപൊളിയാണ്.